ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ നന്നായി നേരത്തെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. ഒരു 4:30 ആകുമ്പോൾ എണീറ്റതാണ് കേട്ടോ. അവന് പാലൊക്കെ കൊടുത്ത് പാമ്പേഴ്സ് ഒക്കെ മാറ്റി, പിന്നെ അവന് പനിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചൂടുവെള്ളത്തിൽ അമ്മ അവന് തുടച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 5:30 ആകുമ്പോൾ മൂപ്പറുടെ കുളി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ കുളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്കൊന്ന് നേരത്തെ എണീറ്റുണ്ടായിരുന്നു, കാരണം ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ ഒന്ന്. അപ്പൊ അവരുടെ കല്യാണം കഴിഞ്ഞ അമ്പലത്തേക്ക് ഇന്ന് എല്ലാവരും പോകുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അമ്മ നേരത്തെ എണീറ്റുണ്ടായിരുന്നു. അമ്മ എനിക്ക് ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അമ്മ ഇത് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനിട്ടാ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ണിക്ക് മരുന്നൊക്കെ കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ അവനെ തുടച്ച് അവൻ കുറേ നേരം ഇവിടെ കിടന്ന് കളിച്ചു കൂട്ടാ. അങ്ങനെ അവൻ വീണ്ടും പാലൊക്കെ കുടിച്ചിട്ട് അവനെ നമ്മൾ ഉറക്കാൻ നോക്കട്ടെ. അപ്പം അമ്മയുടെ അടുത്ത് അമ്മ ഓരോ വർത്താനൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ കിടക്കൂട്ടാ. അപ്പം അമ്മയും അമ്മാമ്മയൊക്കെ നന്നായിട്ട് അവൻ്റെ അടുത്ത് വർത്താനം പറയൂട്ടാ. അപ്പോൾ പിന്നെ അവനിങ്ങനെ ചെറുതായിട്ട് ഉറക്കം വന്നപ്പോൾ നമ്മൾ അവനെ തൊട്ടിയിലിട്ടിട്ട് ഇങ്ങനെ പതുക്കെ ആട്ടി കൊടുക്കാനിട്ടാ. അപ്പം അമ്മയുടെ പൊരിഞ്ഞ പണിയിലാണ്. അപ്പം ഞാൻ അവനെ ആട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ ആട്ടി ഉറക്കാട്ടോ. അപ്പം അമ്മമ്മ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നേരത്തെ എൻ്റെ കാരണം എനിക്കും അത് ഉറക്കം ഇങ്ങനെ വന്നിട്ട് നിൽക്കുക. എന്നാൽ ചെങ്ങ കിടക്കാനും നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇവന് 2 മണിക്ക് ഒരു പനിയുടെ വരുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ ഇടയിൽ പാൽ കുടിപ്പിക്കുക. എനിക്ക് അങ്ങനെ കറക്റ്റൊക്കെ ഉറങ്ങാനേ പറ്റണില്ല കേട്ടോ. അപ്പം എൻ്റെ കണ്ണിൻ്റെ അടിയൊക്കെ ആകെ ഡാർക്ക് സർക്കിളൊക്കെ വന്നിട്ട് 2 ദിവസം കൊണ്ട് തന്നെ എൻ്റെ കണ്ണിൻ്റെ അടി ഫുള്ള് കറുപ്പ് കളറായിട്ടോ. ഈ ഉറക്കം റെഡിയാവാഞ്ഞിട്ടാണ് ഈ സംഭവം വരണേ കേട്ടോ. അങ്ങനെ പിന്നെ ഉണ്ണി ഉറങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും വന്ന് കിടന്നു കേട്ടോ. നമ്മുടെ തേജപ്പം മുടപ്പാണ് കിടക്കണേ. അപ്പുറത്ത് ഇതേ ആദർശേട്ടനും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് ഒരു 6 ആകുമ്പോൾ കിടന്നിട്ട് പിന്നെ എനിക്ക് ഒരു 7:45 8 മണി ആകുമ്പോഴാണ് 8 മണിക്ക് അവന് മരുന്ന് കൊടുക്കാണ്ട്. അതുകൊണ്ട് പിന്നെ അലാറം വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. അവന് പാരസിറ്റമോൾ 6 മണിക്കൂർ ഇടവിട്ടിട്ട് കൊടുക്കണ്ടല്ലോ, ആ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഇതേ മുരിങ്ങയുടെ ഇലയൊക്കെ നന്നാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും ഭയങ്കര കുളിക്കല് അങ്ങനത്തെ പരിപാടിയിലാണ്. ഇവർക്ക് അമ്പലത്തിൽ പോകണം. ഇവര് 9 മണിക്ക് നമ്മളെ പോണേ. അപ്പൊ 8 മണിയാകുമ്പോഴേക്കും എനിക്ക് കുളിച്ച് പോയാൽ മതിയല്ലോ. ചേച്ചി നമ്മുടെ തേജപ്പനെ എനിപ്പിക്കാനുള്ള കഷ്ടപ്പാടിലാണ് കേട്ടോ. അവൻ രാവിലെ വിളിച്ച് ഉണർത്താൻ വേണ്ടിയിട്ട് നല്ല കഷ്ടപ്പാടാണ്. ഇപ്പൊ ക്ലാസ്സും കൂടി ഇല്ലല്ലോ. ക്ലാസ് ഇല്ലാത്ത കാരണം കുറെ നേരം കിടന്നുറങ്ങിയിട്ട് അത് അവന് ശീലമായി പോയി. പിന്നെ നമ്മൾ എത്ര വിളിച്ചാലും എനിക്കില്ല. പിന്നെ ഇങ്ങനെ ഗുസ്തി പിടിച്ചിട്ടാണ് അവനെ എനിപ്പിക്കണമെങ്കിൽ അവൾ തന്നെ വേനട്ടാ. പിന്നെ ഉണ്ണിക്ക് ചെറിയൊരു ചൂട് തോന്നിയപ്പോൾ അമ്മ പോണേക്കാൻ മുന്നേ ഒന്നും കൂടി ഉണ്ണീനെ തുടക്കട്ടെ പറഞ്ഞിട്ട് അവന് വീണ്ടും ചൂടുവെള്ളം വെച്ചിട്ട് തുടച്ചു കൊടുക്കാട്ടാ. അപ്പൊ ചൂടുവെള്ളം വെച്ച് തുടച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ആരോ കമന്റ് എടുത്ത് കണ്ടിട്ടുണ്ടായി പച്ചവെള്ളത്തിൽ തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുതിട്ടാ. ഡോക്ടർ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പച്ചവെള്ളത്തിൽ ഉണ്ണികൾക്ക് പനിക്കുമ്പോൾ തുടക്കരുത്, ചൂടുവെള്ളം വെച്ച് തുടച്ചു കഴിഞ്ഞു വെച്ചാൽ അവർക്ക് പെട്ടെന്ന് അവരുടെ മേത്ത് ചൂട് വിടും, അതാണ് നല്ലത് എന്നിട്ടാ. പിന്നെ ഇതാ ആദർശേട്ടനും ഇവരൊക്കെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നുണ്ട്. അപ്പം നമ്മൾ ഇഡ്ഡലിയും ദോശയും ചട്നിയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതെല്ലാവരും ചായ കുടിക്കുകയാണ്. അമ്മമ്മ അത് അവിടെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ കുഞ്ഞിച്ചക്കൻ്റെ മേത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനെ കെടുത്തിയിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ചെറിയ വാശി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മേത്തിൻ്റെ കെടുത്തി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കെടുത്താന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കട്ടിൽമ കൊണ്ടുപോയി കെടുത്തതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പം ഞാൻ ദോശയും പിന്നെ ഇഡ്ഡലി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ ചായ കുടിക്കുകയാണ്. അച്ഛതേ മറ്റേ ടേബിളിൻ്റെ മുകളിൽ ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ തേജപ്പൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ആദർശേട്ടൻ അവന് ഇതേ മുണ്ടൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. അവൻ മുണ്ടും ഷർട്ടൊക്കെയാണ് ഇടണേ. ചേച്ചി ഇതേ അപ്പുറത്ത് ഡ്രസ്സൊക്കെ മാറി അവർ പുറപ്പെടുകയാണ്. അപ്പം അങ്ങനെ ആദർശേട്ടൻ്റെയും എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സെറ്റായിട്ട് അമ്മ അത് എൻ്റെ മറ്റേ വിഷ്ണുവിൻ്റെ കല്യാണത്തിൻ്റെ സാരി ഉണ്ടല്ലോ അതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്മയ്ക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ കൊടുത്തിട്ട് അത് ആ കളറും അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ഈ സാരി നമ്മൾ ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാരിയാണ് കേട്ടോ. പിന്നെ അത് ആദർശേട്ടനും അത് ആദർശേട്ടൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്യട്ടോ, സൺസ്ക്രീനൊക്കെ എടുത്തിട്ടാണ്. അങ്ങനെ തേജപ്പം അവൻ്റെ വണ്ടിയുടെ ചാവിയൊക്കെ എടുത്തിട്ട് ഇതേ നമുക്ക് പോവാം, അമ്മയ്ക്ക് വരാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. കാരണം ഉണ്ണിക്ക് ചോറ് കൊടുക്കാതെ നമുക്ക് അമ്പലങ്ങളിൽ തൊഴാൻ പോകാൻ പറ്റില്ല എന്നല്ല പറയാറ്, അമ്മയ്ക്കും കുട്ടിക്കും. അത് കാരണം ഉണ്ണിക്ക് ചോറ് കൊടുത്തിട്ടാണ് എനിക്ക് ഇനി അമ്പലത്തിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ചരട് കെട്ടിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഉണ്ണീനെ കൊണ്ടിട്ട് ഓരോ വീട്ടിലേക്കൊക്കെ പോകാം. ഇപ്പം ചേച്ചിയോടക്കോ അങ്ങനെ നമുക്ക് എവിടേക്കെങ്കിലും പോയി നിൽക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം. അല്ലാതെ നമുക്ക് എങ്ങോട്ടും പോകാൻ പാടില്ല ഉണ്ണീനും കൊണ്ടിട്ട്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെയൊക്കെ പോയി വരുന്നു എന്നല്ലാതെ വേറെ എവിടേക്കും നിൽക്കാൻ പോകാനൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ഇവർ കാർ എടുക്കാൻ വേണ്ടി താർ എടുക്കാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ജോൺസാൻ്റെ വീട് ഞാൻ ഇഞ്ചക്ഷൻ വെക്കാൻ പോയിരുന്നില്ലേ, ആ വീട്ടിലായിട്ട് നമ്മൾ വണ്ടി കൊണ്ടിട്ടേക്കുന്നത്. നമ്മുടെ ഇവിടെ നിന്ന് വിടാനുള്ള സ്പേസ് ഇല്ലല്ലോ. അങ്ങനെ വിനീഷേട്ടനും തേജപ്പനും ആദർശേട്ടനും കൂടിയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി പോയേക്കാണ്. അമ്മയും ചേച്ചിയും അച്ഛനും കൂടിയിട്ട് ഇവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇതേ ഇവർ വണ്ടി കൊടുത്ത് വന്നു. വണ്ടി ഞാനും ഇപ്പോഴാട്ടോ കാണുന്നത്. രാത്രിയാകുമ്പോൾ കണ്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത കാരണം ഞാനിതേ നമ്മുടെ ഹോളിൽ നിന്നിട്ടാട്ടോ നോക്കി കണ്ടത്. അല്ലാതെ ശരിക്കും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് താറ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് പോവാട്ടെ. അപ്പം ഇനി അടുത്ത പ്രാവശ്യം എനിക്കും പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളങ്ങനെ പറഞ്ഞിട്ട് നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് അമ്മാമ്മയും പോയില്ല കേട്ടോ. അമ്മാമ്മ ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പം അമ്മമ്മയ്ക്കും പോയില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം അമ്മമ്മയ്ക്ക് കാറിലൊന്നും പോവാനേ പറ്റില്ല. അമ്മമ്മ കാറിൽ പോയോ അമ്മമ്മ പിന്നെ ഛർദ്ദിച്ച് ആകെ സൈഡാവും. ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ചേച്ചി തിരിച്ച് പോണേക്കാൻ മുന്നേ നമ്മൾ അമ്മമ്മേനെയും കൂടിയിട്ട് വെറുതെ കാറിലൊന്ന് ജസ്റ്റ് നമ്മുടെ ഈ റൗണ്ട് ചെയ്ത് വന്നപ്പോഴേക്കും അമ്മമ്മ ഛർദ്ദിക്കാൻ വന്നിട്ട് ആകെ സൈഡായിട്ടുണ്ടായിരുന്നു. അമ്മമ്മയ്ക്ക്
തീരെ പറ്റില്ല കാറിൽ വരാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടുന്ന് ആദർശേട്ടൻ കൂട്ടാൻ പോവുക, ആദർശേട്ടൻ അച്ഛൻ വെയിലത്ത് പോകാൻ ഭയങ്കര മടിയാണ് ബൈക്കിൽ. അപ്പോൾ കാറിൽ വരട്ടെ ചോദിച്ചാൽ അമ്മ പറയും അയ്യോ കാറിൽ വരാൻ പറ്റില്ല, ബൈക്കും വന്നാൽ മതി പറഞ്ഞിട്ട് ബൈക്കും ചേട്ടാ അമ്മമ്മേനൊക്കെ കൂട്ടിയിട്ട് വരിക. എനിക്ക് അച്ഛൻ തലവേദനിച്ചിട്ട് എന്തോ പോലെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് കുറച്ചിനെ പോയി കിടന്നു. അങ്ങനെ എൻ്റെ കുളിക്ക് പെട്ടെന്ന് കഴിഞ്ഞോട്ടെ, വേഗം പോയി കുളിച്ചപ്പോഴേക്ക് ഉണ്ണി വാശി പിടിച്ചിട്ട് അമ്മ ഉണ്ണി എടുത്തിരുന്നു. എന്നിട്ട് അവന് പാലൊക്കെ കൊടുത്ത് ഇപ്പൊ തുടച്ചിട്ട് എന്നൊക്കെ എടുത്തിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ പനി മാറുന്നില്ല. പനി വാക്സിൻ എടുത്തിട്ട് അന്ന് രാത്രിയൊക്കെ നല്ല പനിയായിരുന്നു, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അത് കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ഒക്കെ ആകുമ്പോഴേക്കും ആൾ ഉഷാറായിട്ടുണ്ടായിരുന്നു. പിന്നെ പനി മാറി. അതിന്റെ പിറ്റേന്ന് ഉച്ച തൊട്ടിട്ട് ഇവര് വീണ്ടും എന്തൊക്കെയോ ഒരു വയ്യായ പോലെ തുടങ്ങി. ഇന്നലെയൊക്കെ ആകുമ്പോഴേക്കും നല്ല പനിയായി. എന്നിട്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് നൈലിക്ക് കൊണ്ടുപോയി. അപ്പൊ എന്തായാലും അവർ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് പേടി. കാരണം എന്ന് വെച്ചാൽ വീണ്ടും അവനെ കുത്തണ്ടേന്ന് ആലോചിച്ചപ്പോ എനിക്കൊരു പേടി. ഞാൻ പറഞ്ഞു ഒരു ദിവസം കൂടി നമുക്ക് ഇവിടെ അടുത്താലോ. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഇനി നല്ല ഇപ്പൊ മരുന്ന് തന്നിട്ടുണ്ട്, ആ മരുന്ന് കുടിച്ചിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ അടുത്താൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഓക്കെ ഇപ്പൊ ഞായറാഴ്ച കൂടി ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞായറാഴ്ച കുറവില്ലെങ്കിൽ നേരെ തിങ്കളാഴ്ച കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വയ്യാത്ത കാരണം ആകെ ക്ഷീണിച്ചാണ് പോവാട്ടോ. നമ്മുടെ ഷൊത്തിന് എന്താടി പറ്റിയേ? അമ്മതി കൊട്ടിച്ച് എന്താ പറ്റിയേ? ഇത് കുറുമ്പനാണ്, അമ്മതി കുമ്പനാണ്. ഇത് അമ്മതി കുമ്പനാണ്. ഇത് സുന്ദരി മോളാണോ? അയ്യോ അങ്ങനെ ഉണ്ണി ഉറങ്ങിയിട്ടാ. അവർ ഞാൻ ഉറക്കാൻ കിട്ട്. കാരണം കുറച്ച് നേരം എനിക്ക് ഇരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇന്നലെയൊക്കെ ഫുൾ ഇങ്ങനെ ക്ഷീണിച്ചിങ്ങനെ ഫുള്ള് കിടക്കുന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പം ചെറിയൊരു ചൂട് എടുക്കുന്നുണ്ട്. അമ്മയും അച്ഛനും അവരൊക്കെ ഇപ്പോൾ വരും. അവർ കുറച്ച് നേരമായി ഇറങ്ങിയിട്ട്. ഇപ്പം എന്തായാലും ഇതേ ഉറങ്ങി. ഇനി ഇവനൊക്കെ എടുത്തിട്ട് കേട്ടാ. അങ്ങനെ ഉണ്ണി ഉറങ്ങിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അമ്മയും ആദർശേട്ടനും എല്ലാവരും പോയവരൊക്കെ വന്നു കേട്ടാ. അവരമ്മ വന്നപാട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇതേ ഉണ്ണീനെ എടുത്തിരിക്കാൻ കേട്ടാ. അങ്ങനെ ഇതേ നമ്മുടെ ചേച്ചിയൊക്കെ അവിടെ ഡ്രസ്സ് മാറി എന്തൊക്കെയോ ചെയ്യാണ്. അപ്പം ഞാൻ വെറുതെ ഉമ്മറത്തേക്കൊക്കെ നടന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ ഇത് ഉണ്ണീനെ കൊണ്ട് കിടത്തിയിട്ടോ. ഞാൻ ഇന്നലെയും കൂടി ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞേയുള്ളൂ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ണിയൊക്കെ ഉണ്ടായി കഴിഞ്ഞു വെച്ചെങ്കിൽ ഏറ്റവും വലിയ സൈക്കോ സ്വഭാവം ഉണ്ടാവുക ആദർശേട്ടനാവുന്ന. പക്ഷെ ആദർശേട്ടനൊന്നും അല്ല ഗൈസ്. ഇപ്പം എൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ സൈക്കോ. കാരണം ഉണ്ണീനൊക്കെ ഇന്ന് കുറേ നേരം ഇപ്പം ഉണ്ണിയുടെ മാറി നിന്നപ്പോഴേക്കും അമ്മയ്ക്ക് ഇവിടെ ആകെ വിഷമവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ കണ്ടിരിക്കണേ എനിക്ക് അറിഞ്ഞോളൂ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോകാന്ന് വിചാരിച്ചോട്ടെ. അപ്പൊ ചേച്ചിയും ചേട്ടനും ഇല്ല. അവർക്ക് അച്ഛൻ ഇത്രയും ദൂരം പോയി വന്നിട്ടേ ചേച്ചിക്കൊക്കെ തല വേവിച്ചിട്ട് ആകെ സൈഡായിരിക്കുന്നു. അപ്പൊ അവരില്ല പറഞ്ഞപ്പോ എന്തായാലും ഞാനും ആദർശനും തേജപ്പനും കൂടിയിട്ട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥലത്തേക്ക് ഞാട്ടാ പോകുന്നത്. അപ്പൊ അമ്മയും അമ്മമ്മ ഇതേവിടെ കിടക്കുന്നുണ്ട്, അവരില്ല പറഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങള് 2-3 പേരും കൂടിയിട്ട് അങ്ങനെ പോവാണ്. ഉണ്ണിയുടെ വാക്സിൻ എടുത്ത് അന്ന് തൊട്ടിട്ട് എനിക്ക് ഉറക്കം കുറവാട്ടോ. അന്ന് തൊട്ടിട്ട് എന്റെ കണ്ണിന്റെ അടി ഇതേപോലെ ആകെ ബ്ലാക്ക് സർക്കിൾ വന്നിട്ട് ആകെ ഒരു വൃത്തികേടായി കേട്ടോ. നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ കുളിച്ച് മാറ്റി പൗഡറൊക്കെ ഇട്ട കാരണമാണ് ഇത് അധികം ബോറായിട്ട് ഇപ്പോൾ ഇതിൽ തോന്നാത്തത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല രീതിക്ക് കണ്ണിൻ്റെ അടി ഭയങ്കര കറുപ്പാണ് കേട്ടോ. അത് മാറാനുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതാ ആദർശയുടെ വണ്ടി തിരിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഞാനും തേജപ്പനും ഇത് നല്ല വെയിലാട്ടോ, ഇവിടെ നിന്നൊന്നും നിൽക്കാനേ പറ്റില്ല, വേർത്താകെ കുളിക്കും. അങ്ങനെ തേജപ്പനും ഞാനും ആദർശനും കാറിൽ കയറിയിട്ട് വടക്കാഞ്ചേരിക്കാട്ടോ പോണത്. നമ്മൾ എന്നും പോണ സ്ഥലത്തേക്ക് തന്നെയാണ്. ഇപ്പം മന്തി കഴിക്കാന്നുള്ള പ്ലാനിലാണ് നമ്മൾ പോണേട്ടാ. അങ്ങനെ ഇതേ വടക്കാഞ്ചേരി എത്തി. ഇത് നമ്മുടെ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ ബാക്ക് വശത്തുള്ള ഒരു ഷോപ്പാട്ടോ, സൂഫി കുഴിമന്തി. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കുഞ്ഞിച്ചക്കൻ്റെ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂട്ടോ. എൻ്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒപ്പം കെടുത്തിട്ടാട്ടോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുന്നത്. അങ്ങനെ ഇത് നമ്മൾ അവിടെ എത്തി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാ. കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പാണ് കേട്ടോ. ഇതൊക്കെ അവിടെ നിന്ന് വന്നതിന് ശേഷം എനിക്ക് നല്ലൊരു മന്തിയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല സത്യം പറയാച്ചെങ്കിൽ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് കിട്ടുന്ന ഒരു മന്തിയുടെ സ്പോട്ട് കിട്ടിയത്. അപ്പോൾ പിന്നെ ഞാനും ആദർശനും ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് വന്നിട്ട് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തേജപ്പൻ്റെ പുതിയ സ്റ്റൈലാണ്. ഈ ഹെയർ സ്റ്റൈലൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തേജപ്പൻ്റെ പ്ലേറ്റിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാപ്പനും മോനും കൂടിയിട്ട് പ്ലേറ്റ് അങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. പിന്നെ തേജുവിൻ്റെ പേര് ഇതേ ആദർശമായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ, മയണൈസ് വെച്ചിട്ട്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അച്ഛൻ കൂടെ വന്നപ്പോൾ നമ്മളിപ്പോഴും കഴിക്കാറുള്ളത് നോർമൽ മന്തി ഉണ്ടല്ലോ, കുഴിമന്തി,
ആ സംഭവം കഴിക്കാറുള്ളൂ, വേവിച്ചിട്ടുള്ളത്. നമ്മുടെ അൽഫാം മന്തിനേക്കാളും ഏറ്റവും ബെറ്റർ അതാണ് കേട്ടോ. അൽഫാം മന്തി വെച്ചെങ്കിൽ നമുക്ക് ഡോക്ടർമാരൊക്കെ ഇപ്പോൾ പറയുന്നത് മറ്റേ കുഴിമന്തി കഴിച്ചു അതിന് വലിയ പ്രശ്നമില്ല, അൽഫാമിൻ്റെ ഒന്നും കഴിക്കരുത് അങ്ങനെയൊക്കെയല്ലേ പറയാറ്. അങ്ങനെ വെച്ചിട്ട് ഇവിടെ വന്ന് കഴിച്ചു നോക്കിയപ്പോൾ അത് വെച്ചാൽ ഒടുക്കത്തെ ടേസ്റ്റ്. ഇവിടത്തേക്ക് അൽഫാം മന്തിനേക്കാളും ഏറ്റവും ഇഷ്ടം സാധാരണ മന്തി കേട്ടോ. നമ്മുടെ അത്തച്ചങ്ങ് പുഴുങ്ങിയിട്ട് അതിൽ നമുക്ക് ഒരു പേടിയും മേടിക്കേണ്ട, അങ്ങനെ കഴിക്കാന്ന് വെച്ചിട്ട് അത് ഭയങ്കര ഇഷ്ടപ്പെടും ചെയ്തു കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ആകെ ഒരൊറ്റ പീസേ അതുള്ളൂ, ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു പോയി. അങ്ങനെ പിന്നെ ഉള്ളത് ഇവിടെ മറ്റേ കാന്താരി പെരി പെരി അൽഫാം അങ്ങനത്തെ മന്തി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തേജപ്പന് എരിവില്ലാതെ സാധാ മന്തി മന്തി പറഞ്ഞു. അങ്ങനെ തേജപ്പന് അവിടുത്തെ ആകെയുള്ള ഒരു പീസ് നമ്മൾ കൊടുത്തിട്ട് ഞാനും മാതൃശേട്ടനും നമ്മുടെ ഈ കാന്താരിയുടെ എടുത്തു കേട്ടോ. അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഒടുക്കത്തെ എരിവായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോൾ എപ്പോൾ ഫുഡ് കഴിക്കാൻ വരാച്ചെങ്കിലും ഇങ്ങോട്ട് മാത്രമായിട്ട് വരാറ്. ഇവിടെ വേറെ നല്ല ഹോട്ടൽസ് ഉണ്ടോ പോലും നമ്മൾ നോക്കാറില്ല. നേരെ ഇങ്ങോട്ട് എന്നോ ഇങ്ങോട്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് ഇങ്ങോട്ട് പോകുന്നതായിരുന്നു. പിന്നെ ഇവിടേക്ക് കഴിഞ്ഞായിട്ട് ഫുൾ വരവ്. അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ സ്പോട്ട് വരണത്. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം ഞാൻ ഏകദേശം ഒരു നമ്മുടെ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ലാമിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പുറകിലാണ് ഈ സംഭവം വരുന്നത് കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ അങ്ങോട്ട് പോവാണ്, തിരിച്ച് വീട്ടിൽ പോവാട്ടോ. അങ്ങനെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് ആദർശയുടെ വണ്ടി സൈഡാക്കിയിട്ട് പോയിട്ട് അപ്പോൾ ഞാനും തേജപ്പൻ തന്നെയായിരുന്നു കാറിൽ. അപ്പോൾ തേജപ്പൻ അച്ഛൻ ഓരോരോ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിക്കാൻ കേട്ടോ. ഒരു ബന്ധമില്ലാത്ത ചോദ്യങ്ങളാട്ടോ അവൻ ചോദിക്കുക. അപ്പോൾ എന്തായാലും അവൻ ചോദിച്ചൊരു ചോദ്യം ഞാൻ അതിൽ കാണിച്ചു തരാം കേട്ടോ. ആനന്റെ പേര് അണ്ണാന്, അല്ല ആനന്റെ പേര് അണ്ണാന്, അണ്ണാന്റെ പേര് ആന. അപ്പൊ എന്താ അമ്മമ്മയ്ക്കും എല്ലാവർക്കും സ്ട്രോബെറി. സ്ട്രോബെറി. നമ്മള് പുഴുങ്ങി ചത്തൂല തേജുവോ? ഇപ്പോൾ നല്ല തണുപ്പ് വന്ന്. അങ്ങനെ പിന്നെ വീട്ടിലെത്തി നമ്മളെല്ലാവരും കൈയും കാലും ഒക്കെ കഴുകിയിട്ട് കുറച്ചു നേരം കിടന്നു കേട്ടോ. പിന്നെ ഇത് തേജപ്പനും പാപ്പനും കൂടിയിട്ട് ഇവിടെ ബ്യൂട്ടീഷ്യൻ പരിപാടിയിലാട്ടോ. ഞാൻ ആദർശമായിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുക്കണത് എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. മറ്റൊരു ബ്രഷ് ഉണ്ടാവല്ലോ അതിന്റെ ഒപ്പം ഇവിടെ എത്ര 4-5 പിന്നെ കുത്തും കൂടി ഇട്ടിരുന്നു. അയ്യോ കുത്തിടാൻ മറന്നില്ലേ? അത് ക്രീം ഇട്ടിട്ട് ലാസ്റ്റ് എന്താ വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ട് വേണോ? തേജോ എടുത്തൊരു തേജിന്റെ അവിടുത്തെ കുത്തോടെ പോയി കാണൂലേ? താടി കൂടുതൽ താടി പഠിക്കും പോക്കി എന്നെ മസാജ് ബോഡി മസാജ് ചെയ്ത് തരാണോ എനിക്ക് ഇത് കഴിഞ്ഞിട്ട്? അത് ഞാൻ സംഭവം എന്നോട് പറഞ്ഞത് ഇതില് വരട്ടെ താഴോട്ട് ഷേപ്പ് ചെയ്യണം. സംഭവം മനസ്സിലാക്കി പരിഷ്കാര ഷേപ്പ് ഇട്ടേ മേക്കപ്പ് സെറ്റ് ഒക്കെ എടുത്തോ അമ്മമ്മേ? പിന്നെ ഇതൊന്ന് കളയാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വാട്ടർ പ്രൂഫ് അല്ലേ. അപ്പോൾ ഈ ടിഷ്യൂ ഒന്ന് വെച്ച് തുടച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ആകെ ഒരു കോമാളി ലുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണൊക്കെ നല്ലതിൽ തേജു ഇങ്ങനെ വരച്ച് നല്ലത് നീളന്നെ അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ വിനീഷേട്ടൻ തിരിച്ച് അങ്ങോട്ട് പോകാൻ നിൽക്കട്ടെ. വിനീഷേട്ടൻ അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അവരുടെ കല്യാണോ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ അങ്ങോട്ട് പോവാണ്. പിന്നെ ആദർശേട്ടനും വിനീഷേട്ടനും ഒപ്പം അങ്ങോട്ട് പോയിട്ട് അപ്പം തേജപ്പ് ഉണ്ണീനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കട്ടെ. ഉണ്ണി ഉറങ്ങാണ്. അപ്പോൾ പതുക്കെ പോയിട്ടൊന്ന് അങ്ങനെ ഉണ്ണീനെ തലോടി കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. തൊത്തുമണിയേ എന്റെ ഷോട്ടുമണിയേ
ഉറക്കത്തില്. തേജപ്പി കാട്ടണതൊക്കെ ഉറക്കത്തിലാണ് കേട്ടോ. അവനെ ഉറക്കത്തിൽ നമ്മളിങ്ങനെ കിടക്കാച്ചെങ്കിൽ കഴുത്തൂടെ വന്നിട്ട് ഇങ്ങനെ കൈയിനിട്ട് മുറുക്കും, എന്നിട്ട് ഇങ്ങനെ ഇട്ട് ഇറുക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തോളത്ത് ഇങ്ങനെ തട്ടും, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ കെട്ടിട്ടായിട്ട് അടിക്കുക. അപ്പോൾ അമ്മേനെ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയേ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നല്ല ഉറക്കമായിരുന്നു. അവിടെ നിന്ന് കണ്ട് തിരിഞ്ഞു വന്നിട്ട് അമ്മയുടെ തോളത്തോടെ കൈയിട്ടിട്ട് പിന്നെ അമ്മേനെ അടിക്കുക, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇതേ അമ്മയാന്ന് അറിഞ്ഞപ്പോൾ മൂപ്പര് അങ്ങോട്ട് വേഗം തിരിയും. ഞാനാ വിചാരിച്ചിട്ടാണ് കെട്ടിപ്പിടിച്ചെന്ന് പറയണേ. ഇന്നലെ രാത്രി കിടക്കുമ്പോൾ അതെൻ്റെ കഴുത്തൂടെ വന്ന് കഴുകിയിട്ടിട്ട് ഇങ്ങനെ ഇറുക്കി പിടിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ വേഗം അപ്പുറത്തെ സൈഡിലേക്ക് തിരിഞ്ഞിടുന്നു കേട്ടോ. പിന്നെ തേജപ്പൻ ഉണ്ണിയുടെ കണ്ണ് എഴുതിയിട്ട് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ണിക്ക് വെറുതെ കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുത്തോട്ടെ. പിന്നെ കിരൺചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കിരൺചേട്ടൻ ഇത് ഉണ്ണീനെ കളിപ്പിക്കുകയാണ്. കിരൺചേട്ടൻ്റെ ചങ്ങ വീഡിയോയിൽ വരാൻ ഭയങ്കര ചടപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് ഞാൻ ഉണ്ണിക്ക് ഉണ്ണിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ക്ലൻസറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതേ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കിരൺചേട്ടൻ പിന്നെ ഉണ്ണീനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കട്ടെ. എല്ലാവരും ഇപ്പോൾ അമ്പലത്തിൽ തന്നെയാണ് പരിപാടി ആയതുകൊണ്ടേ. പിന്നെ തേജപ്പൻ അമ്മേനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മ തുടയ്ക്കാൻ നിൽക്കുന്ന സമയത്താണ് അമ്മേനെ ആരോ വിളിച്ചിട്ട് അമ്മ അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പോൾ ആ തുടയ്ക്കണ കോലവിടെ കണ്ടപ്പോൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ട് മൂപ്പര് ഇരുന്ന് തുടക്കുക കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ണിയും കൂടിയിട്ട് ഉമ്മർത്ത് അങ്ങനെ ഇരിക്കട്ടോ. ഉമ്മർത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ അമ്പലത്തിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. തേജു അമ്മേനെ സഹായിക്കുക. മാമൻ കൊറേ വിളിച്ചത് അവൻ പോയില്ല. എന്താ വരാ ഞാൻ എവിടെ കല്യാണം മാളൂന് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം അവൾക്ക് രാവിലെ ഒന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവളപ്പോൾ രാത്രി നമ്മളായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇവരൊക്കെ ഈ ഭൂതക്കളം കാണാൻ പോകുന്ന ഞങ്ങളുടെ അമ്പലത്തിൽ ഭൂതക്കളമാണ് കേട്ടോ, നാഗക്കളമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് മുന്നേ അവൾ ഉണ്ണീനെ വന്നിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഉണ്ണീനെ രാത്രി ആകുമ്പോൾ നമ്മുടെ കട്ട്ലയുടെ തൊട്ട് ഫ്രണ്ട് വശത്തേക്ക് കൊണ്ടുവരില്ല പറഞ്ഞിട്ട് അവളത് കട്ട്ലയുടെ ആ സൈഡിൽ വന്ന് നിൽക്കാൻ കേട്ടോ. പിന്നെ ഇതാ ഉണ്ണീനെ ഉറക്കാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ നമ്മൾ ചായ കുടിക്കാനൊക്കെ വേണ്ടിയിരുന്നു. അപ്പോൾ അമ്മ ഉണ്ണീനെ ഉറക്കാൻ നോക്കുക. ഞങ്ങൾ ഇതേ ചായ ഇന്ന് ഉറുക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. സീരിയലില്ലാത്ത കാരണം തന്നെ അമ്മമ്മ പെട്ടുട്ടോ. അമ്മമ്മ പിന്നെ ഐഡിയ സ്റ്റാസിങ്ങളൊക്കെ വെച്ചിട്ട് ഇരുന്ന് കാണുകയാണ് കേട്ടോ. പിന്നെ ഇതേ ദേവുട്ടൻ അച്ചു അതൊക്കെ അവർ കളം കാണാൻ പോവാണ്. അപ്പോൾ ദേവുട്ടൻ ഇതേ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അവിടെ തേജപ്പുണ്ടല്ലോ, അപ്പോൾ അവൻ്റെ ഒപ്പം ഇരിക്കുക പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ കുഞ്ഞിച്ചൊക്കെ ഇതേ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. പുറമെ ഇതേ പിള്ളേരൊക്കെ ഇരുന്ന് കളിക്കാൻ കേട്ടോ. പിന്നെ ആദർശേട്ടനും മീശേട്ടനും വന്നു. അവർ വരുമ്പോൾ കുറേ മുരിങ്ങയുടെ ഇലയും മുരിങ്ങക്കോലൊക്കെ കൊണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അമ്മയും അമ്മാമ്മയും കൂടിയിട്ട് അത് ഫുള്ള് ക്ലീൻ ചെയ്യാൻ കേട്ടോ. പിന്നെ ഇതേ ഇവരെല്ലാവരും കൂടിയിട്ട് നേരെ അമ്പലത്തേക്ക് പോവാട്ടോ കളം കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് കളല്ല ഭൂതക്കളം എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിച്ചൊക്കെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കിടന്ന് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. ചേച്ചിയൊക്കെ ഡ്രസ്സ് മാറി. പിന്നെ ആദർശേട്ടൻ പോണേക്കാൻ മുന്നേ കുറച്ച് ചോറെടുത്ത് കഴിക്കട്ടെ പറഞ്ഞിട്ട് കുറച്ച് ചോറെടുത്ത് കഴിച്ചു കേട്ടോ. ഇനി ചിലപ്പോൾ വിശക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ അമ്മമ്മയുടെ പണി ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. അമ്മമ്മയുടെ മുരിങ്ങയുടെ ഇല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഇത് അവിടെ ഇരുന്നിട്ട് കളിക്കാൻ കേട്ടോ. പിന്നെ ഇതേ ഉണ്ണീനെ തൊട്ടിയിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇതവിടെ നൈസായിട്ട് ഇങ്ങനെ കരഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ അവനൊന്നും കൂടി നന്നായിട്ട്
ആട്ടി ഉറക്കാൻ നോക്കാണ്. അവനാ ചങ്ങ ഉറങ്ങണമില്ല കേട്ടോ. പിന്നെ ഞാനും ചേച്ചിയും ഞങ്ങളെല്ലാവരും ഇങ്ങനെ മാറി മാറി ആട്ടി നോക്കുന്നുണ്ടാവും ഉറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് മേല് കഴുകിയിട്ടാ. മേല് കഴുകിയപ്പോൾ തന്നെ ഭയങ്കര സുഖം. ഞാൻ ചില ദിവസങ്ങൾ നേരത്തെ മേല് കഴുകാറുണ്ട്, ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ. അങ്ങനെ മേല് കഴുകിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. രാത്രി നമ്മളേക്കും ആകെ വേർത്ത് കുളിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 8-10 മണിക്ക് ആവാറായിട്ട് തോന്നുന്നു, കറക്റ്റ് സമയത്ത് ഓർമ്മയില്ല. അപ്പോൾ പോയിട്ടാണ് ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ മുരിങ്ങയില നന്നാക്കണത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഇവരൊക്കെ അമ്പലത്തിൽ പോയി വന്നു കേട്ടോ. വന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ കേട്ടോ. നമ്മുടെ കുഞ്ഞിച്ചക്കൻ പിന്നെ ഉറങ്ങിയിട്ടില്ല. അവൻ അങ്ങനെ കണ്ണും വീഴ്ച ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം അമ്മമ്മ അവനെങ്ങനെ ആട്ടിയോണ്ട് ഇരിക്കാട്ടോ. അവനിങ്ങനെ കയ്യിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് എന്നാൽ പാവാണ് കേട്ടോ. ചില സമയത്ത് എത്ര നിലത്ത് കിടത്തിയാലും കുറേ നേരം ഇരുന്ന് കളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നതിനെ കരയും. എല്ലാം ഉണ്ടോളം അങ്ങനെയൊക്കെ തന്നെയല്ലേ. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെയും ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ. അപ്പോൾ വിനീഷേട്ടനും മാതൃശേട്ടനും പോയി വരുമ്പോൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. ഫോട്ടോ എടുക്കൂലേ ആദ്യം ഞങ്ങളുടെ